സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി ഇന്ത്യയുടെ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നിട്ട് ഇന്ന് 74 വർഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഈ സുദിനത്തിൽ നമ്മുടെ ഇന്ത്യയെ ഒന്നിപ്പിച്ചു നിർത്തുന്ന പ്രധാന ഘടകങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ? അനേകം വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് നമ്മുടെ ഭാരതം. വിവിധ സംസ്ഥാനങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വേഷങ്ങൾ, ആഘോഷങ്ങൾ, കലകൾ, സംസ്കാരങ്ങൾ, ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിങ്ങനെ. അതായത് നാനാജാതി വർണ്ണങ്ങളിലുള്ള വ്യത്യസ്തമായ പൂക്കൾ ഒരു പൂന്തോട്ടത്തിൽ എങ്ങനെയാണോ ഒരുമിച്ച് നിൽക്കുന്നത് അതുപോലെ. അതാണ് നാനാത്വത്തിൽ ഏകത്വം. ഭാരതം എൻ്റെ നാടാണ്, നമ്മൾ ഭാരതീയരാണ് എന്ന വികാരം. ഈ ഒത്തൊരുമയ്ക്ക് പ്രചോദനമാകുന്ന നിരവധി ദേശീയ ചിഹ്നങ്ങൾ നമുക്കുണ്ട്. അവയ്ക്കെല്ലാം പ്രത്യേകതകളുമുണ്ട്. ദേശീയ ഗാനം. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആദരവപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണം. 52 സെക്കൻഡ് സമയത്തിനുള്ളിലാണ് ദേശീയ ഗാനം ആലപിക്കേണ്ടത്. ദേശീയ ഗീതം. വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മുടെ ദേശീയ ഗീതം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അതിൻ്റെ രചയിതാവ്. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. നമ്മുടെ ദേശീയ ഗാനത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദേശീയ ഗീതവും. ദേശീയ പതാക. നമ്മുടെ ദേശീയ പതാകയിൽ 3 നിറങ്ങളുണ്ട്. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. വെള്ള നിറത്തിൻ്റെ നടുവിലായി നാവിക നീല നിറത്തിൽ 24 ആരക്കാലുകളുള്ള അശോകചക്രമുണ്ട്. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കളി വെങ്കയ്യയാണ്. സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും നമ്മൾ ബഹുമാനത്തോടെ ദേശീയ പതാക ഉയർത്തുന്നു. ദേശീയ മുദ്ര. സാരനാഥിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിട്ടുള്ളത്. 4 ദിക്കിലേക്ക് നോക്കി നിൽക്കുന്ന 4 സിംഹങ്ങളും ചുവടെ ധർമ്മചക്രവും ചുറ്റിലുമായി ആന, കുതിര, കാള എന്നീ രൂപങ്ങളുമുണ്ട്. ചുവടെ സത്യമേവ ജയതേ എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദേശീയ വൃക്ഷമാണ് ആൽമരം. ദേശീയ മൃഗം കടുവ. ദേശീയ പക്ഷി മയിൽ. ദേശീയ പുഷ്പം താമര. ദേശീയ കറൻസി രൂപ. ദേശീയ നദി ഗംഗ. ദേശീയ മത്സ്യം ഗംഗ ഡോൾഫിൻ. ദേശീയ വിനോദം ഹോക്കി. ദേശീയ ഫലം മാമ്പഴം. ദേശീയ പൈതൃക മൃഗം ആന. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് കുറ്റകരമാണ്. നാം എല്ലാവരും ഒറ്റ മനസ്സോടെ ആദരിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ദേശീയ ചിഹ്നങ്ങളെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. ജയ് ഹിന്ദ്.
National pledge. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give my parents, teachers, all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well being and prosperity, along lies my happiness. Jai Hind. Good morning, all. My name is Ambadiaras. I am going to tell a small speech about our Independence Day. India will celebrate its 75th years of Independence Day on 15 August, like every year. The tricolor color will be unfurled from the Red Fort, Old Delhi, by the Prime Minister of India. On this day, the citizens pay respect to all the great leaders who fought bravely for Indians' Independence Day in the past. Jai Hind and thank you. कोई नहीं है अस्सी नहीं 100 दिन दुनिया घुमा है नहीं कहे तेरे जैसा कोई नहीं मैं गाया जहां भी बस तेरी याद थी जो मेरे साथ थी मुझको तड़पा दिलाती सबसे प्यारी तेरी सूरत प्यार है बस तेरा प्यार ही മറാഠ ഭരണത്തിന് കീഴിലായിരുന്ന ഝാൻസിയിലെ രാജ്ഞിയായിരുന്നു റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി എന്നറിയപ്പെട്ട റാണി ലക്ഷ്മിബായിയുടെ ആദ്യകാല നാമം മണികർണിക. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ റാണി ലക്ഷ്മിബായി തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുക തന്നെ ചെയ്തു.
റാണി ലക്ഷ്മിബായിയുടെ ജീവചരിത്രത്തിൽ നിന്നും എടുത്ത ചെറിയ ഒരു ഏട് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. ബ്രിട്ടീഷുകാർ ചാൻസിലറെ ആക്രമിക്കാൻ പോകുന്നുവെന്നോ? മഹാമന്ത്രി, നമ്മുടെ സൈന്യത്തെ സജ്ജരാക്കൂ. വിജയം വരെ പോരാടുകയെ മതിയാകും. നമ്മുടെ രാജ്യത്തെയും പ്രജകളെയും അടിയറവ് വയ്ക്കാൻ നാം തയ്യാറല്ല. വെള്ളക്കാരുടെ മുന്നിൽ മുട്ടുമടക്കാൻ നമ്മുടെ ചാൻസി രാജ്യം തയ്യാറല്ല. എല്ലാവരും യുദ്ധത്തിനായി തയ്യാറാകും. എൻ്റെ പേര് രോഹിത്. ഞാൻ 8ഡിയിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്നൊരു ദേശഭക്ത ഗാനമാണ് ആലപിക്കുന്നത്. ഭാരതമാണെൻ്റെ നാട്, അഭിമാനമേകുന്ന നാട്, സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെൻ്റെ നാട്, ഒരുമയോടെ വാഴും നാട്, പെരുമകളുള്ളൊരു നാട്, ഒരു വീരപോരാളി തൻ നാട്, ധീരജവാന്മാർ തൻ നാട്, നന്മകളുള്ളൊരു നാട്, വൈവിധ്യമാർന്നൊരു നാട്, നന്മകളുള്ളൊരു നാട്, വൈവിധ്യമാർന്നൊരു നാട്, ഏകത്വമുള്ളൊരു നാട്, അഭിമാനമേകുന്ന നാട്, ഏകത്വമുള്ളൊരു നാട്, അഭിമാനമേകുന്ന നാട്, അഭിമാനം ഏകുന്ന നാട്. താങ്ക് യു. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. നമസ്കാരം. മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ ഒരു സ്വാതന്ത്ര്യ സമരഗാനം. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരമുയരട്ടെ ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതാകകൾ. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരമുയരട്ടെ ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതാകകൾ. ആകാശപ്പൊയ്കയിൽ പുതുതാകുമാലയിളകട്ടെ, ആകാശപ്പൊയ്കയിൽ പുതുതാകുമാലയിളകട്ടെ, ലോകബന്ധുഗതിക്കുറ്റ മാർഗം കാട്ടട്ടെ. ഏകീഭവിച്ചൊരുങ്ങുകിങ്ങേ ഗോദര ജാതർ നമ്മൾ, ഏകീഭവിച്ചൊരുങ്ങുകിങ്ങേ ഗോദര ജാതർ നമ്മൾ, കൈ കഴുകി തുടയ്ക്കുകി കൊടിയെടുക്കാൻ, കൈ കഴുകി തുടയ്ക്കുകി കൊടിയെടുക്കാൻ. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരമുയരട്ടെ ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതാകകൾ. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരമുയരട്ടെ ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതാകകൾ. നമ്മൾ നൂറ്റ നൂലുകൊണ്ടും നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ടും നിർമ്മിതമീത നീതിക്കൊരന്ത്യാവരണം, അനീതിക്കൊരന്ത്യാവരണം. കൃത്യസ്ഥരാം നമ്മുടെ ഈ നിത്യസ്വാതന്ത്ര്യതാലത സത്യക്കൊടി മരത്തിന്മേൽ സംശോഭിക്കട്ടെ, സത്യക്കൊടി മരത്തിന്മേൽ സംശോഭിക്കട്ടെ. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരമുയരട്ടെ ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതാകകൾ, ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതാകകൾ. നന്ദി. My name is Ria Fatima S. I am studying 8B. First to you all, I wish you a happy Independence Day. It's my pleasure to address in before you.
Every year we celebrate Independence Day on 5th August. This day is one of the most important day because we got freedom from British rule on this day in 1947. On this day, we should remember our great freedom fighters like Mahatma Gandhi, Pandit Jawaharlal Nehru, Subhash Chandra Bose, Bhagat Singh, etc., who were devoted their entire life for the independence of our country. We should celebrate this day with a great spirit of patriotism. On this day, our Prime Minister hoists the national flag at Red Fort, Delhi, and addressed the nation. As a citizen of India, we should respect our nation and perform our duties sincerely. We should join together to make our country the best color in the world. Thank you all. Good morning to all. I am Asmi A from class 8B. Respected principal, teachers and my dear friends. First, I wish you a happy Independence Day. India is a democratic republic because the head of the state is selected by the people. India became a free nation of 15 August 1947. Independence Day marks the end of British rule in 1947 August 15 and the establishment of a free and independent Indian nation. On 15 August 1947, Jawaharlal Nehru, the first Prime Minister of India, raised the Indian national flag above the Lahore Gate of the Red Fort in Delhi, and he gives an address to the nation. We celebrating partition anniversary in the subcontinent into two countries, India and Pakistan, which occurred at midnight on August 14, long years ago. Nehru began, "We made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially." At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. Independence Day promotes nationalism and patriotism towards the nation. This day helps to remind the importance and sacrifices of independence. Gandhi helped the Indian people all around the world become free from British. The important learning from because of these qualities. Freedom struggle has been the teachings of Mahatma Gandhi on ahimsa. Exploitation, destruction of local industry, deforestation, famine are the negative effects of British rule. Mahatma Gandhi, Bhagat Singh, Lala Lajpat Rai, Subhash Chandra Bose are the inspirational freedom fighters of India. It is blood alone that can pay the price of freedom. Give me blood and I will give you freedom. Famous quotes by Subhash Chandra Bose. He delivered the soldiers of Indian National Army. In April 1930, Gandhi started freedom struggle on Dandi March. He started march from Sabarmati Ashram to Dandi in Ahmedabad on the sea coast and broke the salt. India is a parliamentary democratic republic. The President of India is the head of state and the Prime Minister of India is the head of government. Freedom is very important, so protect it. Independence Day celebration also inspires the young generation to serve the country and remember our freedom fighters, their sacrifice, struggle. Proud to be an Indian. Thanks for everyone and happy Independence Day. Jai Hind. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേകാനന്ദ്. ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായത്.
ഈ ദിവസം ത്രിവർണ്ണ പതാക ഉയർത്തിയും ദേശീയഗാനം ആലപിച്ചും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തും വലിയ ഉത്സാഹത്തോടു കൂടിയാണ് രാജ്യം ആഘോഷിക്കുന്നത്. ഈ വർഷം കഴിഞ്ഞ വർഷത്തേതുപോലെ കോവിഡ് എന്ന മഹാമാരിയുടെ ഭയപ്പാട് കാരണം ആഘോഷങ്ങളെല്ലാം പരിമിതമാണ്. ഔദ്യോഗിക ആഘോഷങ്ങൾ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് നടക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. ദേശീയ അവധി ദിനമായ സ്വാതന്ത്ര്യദിനം എല്ലാ സംസ്ഥാനങ്ങളിലും ആചരിക്കുന്നു. സ്വാതന്ത്ര്യദിനം ആഘോഷത്തിന്റെ ദിനം മാത്രമല്ല, സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീര ദേശാഭിമാനികളെ സ്മരിക്കുക കൂടിയാണ്. രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഏവർക്കും എന്റെ ആശംസകൾ. ജയ് ഹിന്ദ്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ സിന്ധു ഗുജറാത്ത മറാത്ത ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലജിതരംഗ തബ ശുഭ നാമേ ജാഹേ तब शुभ आशीष माहे जाहे तब जय गादा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे